തുർക്കിയിലായിരുന്നു ആദ്യം ഈ ചർച്ച നടക്കേണ്ടിയിരുന്നത്. അത് ഇറാന്റെ ഇടപെടലാണ് ഒമാനിലേക്ക് മാറ്റത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒമാനിൽ നടന്ന പല ചർച്ചകളും ഇത്തരത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രതീക്ഷയുണ്ട്? മനീഷ്, രണ്ടു കൂട്ടർക്കും ഒരു പൊതു ഗ്രൗണ്ട് രൂപപ്പെടുത്താൻ ഇനിയും സാധിച്ചിട്ടില്ല. കാരണം രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഈ സമാധാനപരമായിട്ടുള്ള ആവശ്യത്തിന് മാത്രമായിരിക്കും ഈ ആണവ പദ്ധതി തങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരിക്കലും ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് അത് എല്ലാ അർത്ഥത്തിലും ഒരു വിരുദ്ധമായിട്ടുള്ള രാജ്യ താല്പര്യത്തിന് പോലും വിരുദ്ധമായിട്ടുള്ള ഒരു നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നൊരു വിശദീകരണമാണ് ഇറാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആണവായുധം നിർമ്മിക്കാതെ ആണവ പദ്ധതി തങ്ങളുടെ സമാധാനപരമായിട്ടുള്ള ആവശ്യത്തിന് വിനിയോഗിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ ചൈന ഉൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അടിച്ചേൽപ്പിക്കുന്ന ഒരു സൈനിക നടപടിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ നീക്കം ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ചൈനയും റഷ്യയും മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മേഖലയിലെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ ആണവ ശക്തി സംഭരിക്കുന്നതിന് ഈ രാജ്യങ്ങളും അത്ര താല്പര്യത്തോടെയല്ല നോക്കിക്കാണുന്നത്. അത് മേഖലയിൽ ഒരു അസന്തുലിതത്വം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങണമെന്ന് നേരത്തെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് മേഖലയിലെ രാജ്യങ്ങളായിരിക്കും. അതുകൊണ്ട് സംഘർഷം പരമാവധി ലഘൂകരിക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. നയതന്ത്ര പ്രശ്നപരിഹാരമാണ് ഏറ്റവും അഭികാമ്യം. സൈനിക നടപടികൾ ഒരിക്കലും പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഗൾഫ് രാജ്യങ്ങളും അതോടൊപ്പം തന്നെ മേഖലയിലെ അറബ് മുസ്ലിം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ പെട്ട 9 രാജ്യങ്ങൾ നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് മസ്കത്തിൽ ഇറാന്റെ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് മസ്കത്തിൽ ഈ ചർച്ച മുന്നോട്ട് നയിക്കാനുള്ള ഒരു തീർപ്പിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ചർച്ച എത്ര കണ്ട് ഫലപ്രദമാകും, എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും, ഇനി ആദ്യഘട്ടത്തിന് പുറമെ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ഇരുകൂട്ടരും തയ്യാറാകുമോ, അതെല്ലാം സൈനികമായിട്ട് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് അമേരിക്ക നീങ്ങുമോ, അതിനെ ചെറുക്കാൻ ഇറാനും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നാളെ മസ്കത്തിൽ നടക്കുന്ന ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും പുറത്തുവരിക. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷയിലാണ്. സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്കയെയും ഇറാനെയും ഒരു ടേബിളിന് ചുറ്റും ഇരുത്താൻ സാധിച്ചത് തന്നെ വലിയ നേട്ടമായാണ് ഖത്തറും ഈജിപ്തും തുർക്കിയും വിലയിരുത്തുന്നത്. അനീഷ. സർ, അതേസമയം തന്നെ ഇതിനു മുമ്പും അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ എത്തിച്ചിരുന്നു ഇതേ അതിർത്തി പ്രദേശങ്ങളിൽ തന്നെ. അപ്പോഴൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ച നിലപാടുണ്ട്. അതായത് തങ്ങളുടെ അതിർത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ അനുവാദം നൽകില്ല, അല്ലെങ്കിൽ അതിന് സമ്മതിക്കില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ ഇപ്പോൾ ഈ തുർക്കിയും ഖത്തർ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇവരുടെ ഈ നിർദ്ദേശങ്ങൾ US മേൽ എത്ര വലിയ സമ്മർദ്ദം ചെലുത്താനാകും? അവരുടെ ഒരു ഈ ചർച്ചയിൽ എത്രത്തോളം അവർ പങ്കെടുക്കുന്ന എത്രത്തോളം നിർണായകമാണ്? അനീഷ്, ഇപ്പോൾ അമേരിക്ക അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇത് തന്നെയാണ്. കാരണം അമേരിക്കയുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ ഖത്തറിലെ അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള വ്യോമതാവളങ്ങളുണ്ട്. അത്തരം ഒരു താവളം ഉപയോഗിച്ചുകൊണ്ടും ഇറാനെ ആക്രമിക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഖത്തറും സൗദി അറേബ്യയും UAEയും അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വ്യോമതാവളങ്ങൾ മാത്രമല്ല, അപ്പോൾ അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിലാണ്. അതോടൊപ്പം തന്നെ കരമാർഗം, ആകാശമാർഗം, വ്യോമമാർഗം, അതോടൊപ്പം തന്നെ ജലമാർഗം, ഈ 3 മാർഗങ്ങളിലൂടെയും തങ്ങളുടെ മണ്ണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ആക്രമിക്കാൻ ഒരു നിരക്കും അനുവദിക്കുകയില്ല എന്ന വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആക്രമണം നടത്തി പിൻവാങ്ങുക എന്നതല്ലാതെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്കോ മറ്റോ പോകാൻ അമേരിക്കക്കും പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ജോർദാനും മറ്റും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യോമതാവളങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പോർവിമാനങ്ങളും മറ്റും അമേരിക്ക എത്തിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ അമേരിക്കയും കൂടുതൽ പുനരാലോചന നടത്തുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും 80 മുതൽ 88 വരെ 8 വർഷക്കാലം നീണ്ടുനിന്നൊരു യുദ്ധത്തെ അഭിമുഖീകരിച്ച ഒരു ജനതയാണ്. അതുകൊണ്ട് പാരമ്പര്യ സ്വഭാവത്തിലുള്ള ആയുധങ്ങളാണ് അവരുടെ കൈവശമുള്ളതെങ്കിലും ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരിക്കലും ഗുണകരമാകില്ല. അത് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം രൂപപ്പെടുത്തും. അത് മേഖലയ്ക്ക് വലിയ തോതിൽ വിനാശം വരുത്തും എന്ന മുന്നറിയിപ്പാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും വളരെ കരുതലോടുകൂടി മാത്രമാണ്